ഓം അശോകിന് നേരെ അലങ്കൃതയുടെ കൂടെ വീഡിയോസ് നീട്ടി. അത് കണ്ട അശോക് സ്തബ്ധനായി നിന്നുപോയി. കാരണം തനിക്കുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലെല്ലാം അലങ്കൃത ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ളതിൻ്റെ എല്ലാ രേഖകളും അടങ്ങിയ വീഡിയോസാണിത്. അത് കണ്ടതും അരിശത്തോടുകൂടി അശോക് ഓമിന് നേരെ, നീ ഒന്നടങ്കങ്ങളെ, ഇതിൽ വലുത് എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു ചെറിയ സാമ്പിളല്ല ഉള്ളത്. എത്തേണ്ടവരുടെ കയ്യിൽ അത് നല്ല ഭദ്രമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി അങ്കിളും മോക്കും ജയിലിൽ ചെന്ന് ഗോതമ്പുണ്ട തിന്നാം. അതിനു മുമ്പ് നിൻ്റെ പെങ്ങളെ ഞാൻ അകത്താക്കും. അതിനുള്ള രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പെങ്ങളെ നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. കാരണം നിങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ അല്ലേ. എന്നാൽ അതിൻ്റെ നല്ല ക്ലിയർ കട്ടായിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും വ്യക്തിയും സോളിഡ് പ്രൂഫും അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ടോ. അത് ആര് എങ്ങനെ ചെയ്തെന്നും നിങ്ങളെല്ലാം മരിച്ചെന്ന് പറഞ്ഞ് അതിൽ ജീവനോടെ വന്ന് അതിന് രേഖാമൂലം മൊഴി നൽകിയും കൂടെ ചെയ്താൽ സമാധാനമാകുമല്ലോ തന്തയ്ക്കും മൂക്കും. ഇനി കുറച്ച് നാൾ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നും തന്തയ്ക്കും മൂക്കും. കയ്യിലുണ്ടാക്കിയ പണമെല്ലാം എന്തിനു വേണ്ടിയെന്ന് ഇപ്പം മനസ്സിലായല്ല. അതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് മാന്യമായ രീതിയിൽ എൻ്റെ ക്യാഷ് തിരിച്ച് തന്നാൽ നിങ്ങളുടെ പുറത്തുള്ള ഒരു കേസ് ഒഴിവാകും. ഇല്ല എങ്കിൽ വഞ്ചന കുറ്റവും കൂടെ ചേർത്ത് ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾ പോലും അറിയാതെ കള്ളത്തരം കാട്ടി പണമിടപാട് നടത്തിയെന്നുള്ളതും കൂടെ നിങ്ങളുടെ പുറത്ത് കയറും. അത് വേണ്ട എങ്കിൽ ചെമ്പകശ്ശേരി ഫിനാൻസിൽ നിന്നും ചെമ്പകശ്ശേരി ബിസിനസ്സിൽ നിന്നും ആരും അറിയാതെ ഫണ്ട് വിഡ്രോ ചെയ്തത് തിരിച്ച് ഫണ്ട് റിട്ടേൺ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ മൊത്തം കണ്ടുകെട്ടുന്നതായിരിക്കും. അത് കണ്ടുകെത്താൻ പറ്റില്ലല്ലോ മോനെ. അതെല്ലാം ബിനാമി ഇടപാടുകളിൽ പലരുടെ പേരിലാണ്. ഓ അങ്ങനെയാണോ? ശരി, നമുക്ക് കാണാം. എന്താട ചെക്ക, നിനക്ക് എൻ്റെ സംസാരത്തിലൊരു പുച്ഛം ഭാവം? ഓ അങ്ങനെ ഒന്നുമില്ല മിസ്റ്റർ അശോക്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നാൽ കൊള്ളാം. ഇല്ല എങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പോവുകയാണ് എങ്കിൽ തന്തയുടെയും മോടെയും അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചതാണ്. തെരുവിലിരുന്ന് ഭിക്ഷ തേടുന്ന കാഴ്ച എത്രയും മനോഹരമായ കാഴ്ച. ഓം, നീ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാലോ, കാരാഗ്രഹവാസം ഉണ്ടായാലോ, എൻ്റെ ഒപ്പം നിൻ്റെ അച്ഛനും കാണും. എൻ്റെ അച്ഛനോ? ചെമ്പകശ്ശേരി മഹേശ്വർ വർമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് ഈ ഓംകാർ മഹേശ്വർ വർമ്മയാണ്. എൻ്റെ അച്ഛനെ ഒന്ന് നുള്ളി നോവിക്കണമെങ്കിലോ ആ ശരീരത്ത് ഒരു തുള്ളി പൂഴിമണ്ണ് വീഴ്ത്തണമെങ്കിലോ ഈ ഓംകാർ ഇല്ലാതാകണം. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഓം. നിന്റെ ജന്മരഹസ്യം ഞാൻ ഇത്ര വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടും നീ ഇപ്പോഴും ഒരു നാണവുമില്ലാതെ അയാളെ തന്നെ അച്ഛ എന്ന് വിളിക്കുന്നില്ലേ? അത്രയും പറഞ്ഞതും അശോകിന് നേരെ തീപാറും കണ്ണുകളുമായി ഓം എത്തിയതും ഒന്ന് ഭയന്ന് അശോക് രണ്ടടി പിറകോട്ട് പോയി. എന്താടോ താൻ പറഞ്ഞത്? എൻ്റെ അച്ഛൻ തന്നാടോ അത്. ചെമ്പകശ്ശേരിയിലെ മഹേശ്വർ വർമ്മയ്ക്ക് മാലതിയിൽ ജനിച്ച ഏക പുത്രൻ. അതായത് മഹേഷ് വർമ്മയുടെ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഏക ഒരു സന്താനം. അതുകൊണ്ട് ചെമ്പകശ്ശേരി മഹേശ്വർ വർമ്മ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടുമില്ല. അതുപോലെ എന്നെ രണ്ട് കൈ നീട്ടി എൻ്റെ ഐശ്വര്യാമ്മ ഉള്ളിടത്തോളം കാലം എനിക്ക് വേറൊരു അമ്മയുടെ ആവശ്യവുമുള്ളതായി ഇതുവരെ തോന്നിയിട്ടുമില്ല. താനിത് എപ്പോഴും പറഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിക്കണ്ട. ഞാനെന്നുള്ളൊരു വ്യക്തി ചെമ്പകശ്ശേരിയിൽ ഉള്ളിടത്തോളം കാലം ചെമ്പകശ്ശേരിയിൽ ഒരു മനുഷ്യൻ്റെ രോമത്തിൽ പോലും തനിക്ക് തൊടാൻ പറ്റത്തില്ല. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ താനൊന്ന് തൊട്ട് കാണിക്കുക. അന്നേരം കാണിച്ചു തരാൻ ചെമ്പകശ്ശേരി ഓംകാർ ആരാണെന്ന്. അശോക് ഒന്ന് ആർത്തു ചിരിച്ചുകൊണ്ട്, നിൻ്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഓം. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ എൻ്റെ എതിരാളികളെ വിരട്ടിയാണ് നിർത്തിയിരുന്നുള്ളത്. പക്ഷേ ഇന്നാദ്യമായി ഒരാൾ എനിക്ക് നേർക്ക് നേർ നിന്ന് എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അതിനാൽ ഞാനിത് രണ്ട് കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിൻ്റെ വെല്ലുവിളി. പിന്നെ പറയാതെ വയ്യ ഓം. മഹേശ്വർ വർമ്മയുടെ അതേ വീറും വാശിയും തന്നെ നിനക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ അവനെ സൈലൻ്റാക്കി നിർത്തിയേക്കുന്ന അല്ലുവിൻ്റെ ഒരാളുടെ കാര്യം പറഞ്ഞു. പാവത്തിനറിയത്തില്ലല്ലോ തൻ്റെ മകൾ എത്ര വലിയ ചതിക്കുഴിയിലാണ് വീണിരിക്കുന്നതെന്ന്. അതിൽ നിന്നും ദൈവം വിചാരിച്ചാൽ പോലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത് തൻ്റെ വ്യാമോഹമല്ലേ? ഓം അതിനിടയിൽ കയറി പറഞ്ഞു.
ഞാൻ എന്നുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട് എങ്കിൽ എൻ്റെ അല്ലുവിൻ്റെ ദേഹത്ത് ഒരു പോറൽ വീഴ്ത്താതെ തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുത്തിരിക്കും. താൻ നോക്കിക്കോ, ആ കുഴിയിൽ തന്നെ ഞാൻ വീഴ്ത്തിയിരിക്കും. ഇവർ രണ്ടുപേരുടെ സംസാരത്തിനിടയിലേക്കാണ് ക്യാബിൻ്റെ വാതിൽ തുറന്ന് ആദി കയറി വന്നത്. ആദിയെ കണ്ടതും അശോകന് ദേഷ്യം ഒന്നുകൂടി ഉച്ചസ്ഥായിലായി. വന്ന് കയറിയില്ല, അതിനു മുമ്പ് ആഹാരവുമായി വരുന്നത്. നിന്നെ അവനായിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, നീ ഈ ഊട്ടാനും ഇറക്കാനുമായിട്ട് അവൻ്റെ പുറകെ നടക്കാൻ. അത്രയും പറഞ്ഞു നിന്നതും ഓം അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് നിർത്തി അവരോടായി, ഇവളെൻ്റെ ഭാര്യയായി, ഞാൻ കെട്ടിയ താലിയാണ് ഇവിടെ കഴുത്തിൽ കിടന്നത്. അവളല്ലാതെ പിന്നെ തൻ്റെ മോള് വരുവോളൂ എന്നെ ഊട്ടാനും ഉറക്കാനും. യു മെ ലീവ് നൗ, പ്ലീസ് ഗെറ്റ് ഔട്ട്. അശോക് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓം ആദിക്ക് നേരെ തിരിഞ്ഞ്, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ? അത് നിങ്ങളിന്ന് ഫുഡ് രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഇപ്പോൾ വീട്ടിലോട്ട് വരികയില്ലല്ലോ, അന്നേരം ഫുഡുമായി ഞാൻ വന്നതേ ഉള്ളൂ. നീ ആരടി? അയാൾ ചോദിച്ചതുപോലെ എന്നെ ഊട്ടാനും ഉറക്കാനും. അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ അയാളോട് പറഞ്ഞില്ലേ? അത് തന്നെയുള്ളൂ എൻ്റെയും മറുപടി. ഒരു കൂസലുമില്ലാതെയുള്ള ആദിയുടെ സംസാരം കേട്ടതും തൻ്റെ മുന്നിൽ ദിവസങ്ങൾക്ക് മുമ്പ് വിറച്ച് തട്ടിയും മുട്ടി കാര്യങ്ങൾ പറഞ്ഞു നിന്ന് ആദിയെയാണ് ഓമിന് ഓർമ്മ വന്നത്. അത് ഓർത്തതും ഓമിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വന്നു. അതെന്നാൽ വിദഗ്ധമായി അവൻ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ആദിയോട് വീണ്ടും ദേഷിച്ചു. കൊണ്ടുവന്നല്ലോ, ഇനി നിനക്ക് പോവാം. ഏയ് അങ്ങനെയല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് കഴിക്കാം, എനിക്കുള്ള ഫുഡും ഇതിനകത്തുണ്ട്. നീ ആരാ എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ? എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളിങ്ങനെ ടെമ്പോട് തട്ടാതെ ഓഫീസിലെ സ്റ്റാഫിന് നേരെ ഇനി കിടന്ന് ചാടാനല്ലേ ഇപ്പോൾ? അതെല്ലാം മാറ്റി വെച്ച് എൻ്റെ കൂടെ വന്ന് ഫുഡ് കഴിയും. എനിക്ക് വല്ലാതെ വിശക്കും, നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ കൊതിയായിട്ടല്ല ഞാൻ ഫുഡുമായിട്ട് വന്നത്. അവളുടെ സംസാരം കേട്ടതും ഓം സമ്മതിച്ചുകൊണ്ട് അവളുടെ ഒപ്പം ആഹാരം കഴിക്കാനിരുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടും ആദി തിരിച്ച് വീട്ടിലോട്ട് പോകാതെ ഓഫീസിൽ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ട് സംശയത്തോടെ ഓം അവളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ ഫുഡും കൊണ്ട് വന്ന് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം നിങ്ങളൊപ്പം വീട്ടിലോട്ട് പോയാൽ പോരേ? എന്താ വീട്ടിലെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടാന്ന് വന്നത്? ഏയ് ഞാനൊരു കുരുത്തക്കേട് ഒപ്പിച്ചില്ല. എന്നാൽ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു ചോദിക്കാം. ഏയ് വേണ്ട. എന്നാൽ സത്യം പറഞ്ഞു. അത് രുദ്രനും ഞാനും കൂടെ ഓടിക്കളിച്ചപ്പോഴേ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഞാൻ അവനെ നിർത്തിള്ളി. സ്റ്റെപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണ്, കാലൊന്ന് ഉളുക്കിയെന്നോ ഒടിഞ്ഞെന്നോ പറയുന്ന കേട്ട്. അപ്പം വീണെന്നറിഞ്ഞപ്പോഴേ ഞാൻ നിങ്ങൾക്കുള്ള ഫുഡുമായിട്ട് പോരുന്നു. അത്രയും ഞാൻ ചെയ്തോളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഇനി തിരിച്ച് ചെല്ലുമ്പോൾ എന്നെ വല്ലതും പറയേ, എന്നെ അടിക്കേ വല്ലതും ചെയ്താലോ ഒരു ചെറിയൊരു പേടി. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. അതുകൊണ്ട് ഞാനിവിടെ നിന്നോട്ടെ പ്ലീസ്. മര്യാദയ്ക്ക് ഇപ്പം പൊക്കോണം. ഞാൻ ഇപ്പം തന്നെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കോളാം. പറഞ്ഞു കേട്ടല്ലോ, പുറത്ത് ഡ്രൈവറും ഉണ്ടോന്ന് വീട്ടിൽ വിടും. പൊക്കോ, ഇവിടെ ഒന്നും നിൽക്കണ്ട. ഇനി നിന്നിട്ട് ഇനി വേറെ എന്തൊക്കെ കുരുത്തക്കേടാ ഇനി ഇവിടെ കാണിച്ചു കൂട്ടാൻ? ഏയ് ഞാൻ ഒരു കുരുത്തക്കേടും ചെയ്യത്തില്ല, നല്ല ഗുഡ് ഗേളായിട്ട് നിങ്ങളുടെ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ടോ? അയ്യോ വേണ്ടായേ, അത്ര വലിയ ത്യാഗമൊന്നും മോൾ എനിക്ക് വേണ്ടി ചെയ്യണ്ട. ഇപ്പം തൽക്കാലം മോള് വീട്ടിലോട്ട് പോയെ. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. എൻ്റെ ചന്ദ്രച്ചൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലയോ? അല്ല നിങ്ങൾക്ക് എന്നെ ഉള്ളിൽ തട്ടി സ്നേഹമൊന്നും ഇല്ലല്ലോ. മോളെ ആദി, നിൻ്റെ ആ സെൻറ്റി ഡയലോഗ് ഇവിടെ വില പോകത്തില്ല. അതുകൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. ദുഷ്ടൻ കുരങ്ങൻ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ചോറൊക്കെ തന്നെ തിന്നുന്നത് കേട്ടല്ലോ. നീ എന്തോടി പറയുന്നേ? ഓം അവളോടായി ചോദിച്ചു. എനിക്കറിഞ്ഞൂടെ, ഇവിടെ കുറേ പെടക്കോഴികൾ നിങ്ങളെ ഇരുന്ന് കണ്ട് വെള്ളം ഇറക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ലേ. നിങ്ങളാണെങ്കിൽ അവളുമാർക്ക് ചോര ഊറ്റി കുടിക്കാനായിട്ടുള്ള രീതിയിൽ നല്ല പോസിൽ നിന്നും കൊടുക്കുന്നു. നാണമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്ര മാസമായില്ലയോ? എന്തെങ്കിലും ഒരു ചെറിയ ഉളുപ്പ് പോട്ടെ. എൻ്റെ താലി കെട്ടില്ല ഒരു ഉമ്മ എനിക്ക് നിങ്ങൾ തന്നിട്ടുണ്ടോ? എന്നിട്ട് മറ്റുള്ളവർക്ക് ചോര ഊറ്റി കൊടുക്കാൻ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കുന്നു. അല്പം ഉളുപ്പുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? നിന്നെ എന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. ഓടിപ്പോകുന്ന ആദിയുടെ പിന്നാലെ ഓം വിളിച്ചറിഞ്ഞു, വൈകുന്നേരം ഞാൻ അങ്ങോട്ടാടി വരുന്നു, നിനക്കുള്ളത് അന്നേരം ഞാൻ തന്നേക്കാം, കാത്തിരുന്നോ.
ആദി അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞ്, ഞാൻ കാത്തിരിക്കും, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടരുന്ന പൂന്തിങ്കളായിട്ട് തന്നെ ഞാൻ കാത്തിരിക്കും നിങ്ങളെ കേട്ടോ. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞ് കാറിൽ കയറി. അവളുടെ ആക്ഷനും പറച്ചിലും എല്ലാം കേട്ടു ഓം ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഓഫീസിലുള്ള മറ്റുള്ളവർ അവൻ്റെ ചിരി കണ്ട് അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് കാണുന്നത്.